ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വിസ് കോർണർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്കറിയാം, ഈ മാസം 17-ന് കേരളത്തിലെ സ്കൂളുകൾ തുറക്കുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇലക്ഷന് ശേഷമുള്ള കേരളത്തിലെ കോവിഡ് സാഹചര്യമാണ് ഈ ഒരു യോഗത്തിൽ നിർണായകമാവുക. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ വലിയ രീതിയിൽ കോവിഡ് വ്യാപനം ഉണ്ടായില്ല എങ്കിൽ ജനുവരിയിൽ തന്നെ 10+2 ക്ലാസുകൾക്ക് സ്കൂൾ തുറക്കാനാവുമെന്ന് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നു. ഇതിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരറിയിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. COVID-19 കേരളത്തെ പരിപൂർണമായും വിട്ടുപോയിട്ടില്ല എന്നും ഇലക്ഷന് ശേഷമുള്ള ഈ ഒരു സമയം വളരെ നിർണായകമാണെന്നും IMA പറയുന്നു. ലോകത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഇലക്ഷന് ശേഷം കോവിഡ് വ്യാപനം ഉണ്ടായിട്ടുണ്ട്. 3ാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ കേരളത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണം ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ഡിസംബർ 2ാം വാരത്തിൽ കോവിഡ് മരണങ്ങളുടെ എണ്ണം വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. 13-ന് 10.13 എന്ന കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കാണ് കേരളത്തിൽ ഉണ്ടായത്. ഇന്നലെ ആകെ നടത്തിയ ടെസ്റ്റുകളുടെ എണ്ണം കുറവായതിനാലാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കുറഞ്ഞത് എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരാഴ്ചക്കിടെ ഇത് 3ാം തവണയാണ് കേരളത്തിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9% കൂടുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കോവിഡ് കേസുകളുടെ എണ്ണം കൂടാനും സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തായിരിക്കും കേരളത്തിൽ സ്കൂൾ തുറക്കലിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിച്ചു. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്